Hi guys, welcome to We Learn Study Platform Fast News GS Paper 3 Economy related article ആണ് JSPL to sell Jindal Power stake for rupees 3015 crore. So context എന്താണ്? സ്റ്റീൽ പ്രൊഡക്ഷൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് തന്നെയായിരുന്നു ടിസ്കോ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ലിമിറ്റഡ്. ഒപ്പം തന്നെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർക്കേണ്ട കാര്യം സ്റ്റീൽ എന്ന് പറയുന്നത് ഡീറെഗുലേറ്റഡ് സെക്ടറാണ്. അതായത് ഇപ്പോൾ റെഗുലേറ്റഡ് സെക്ടർ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എന്ത് ചെയ്യും, ആ ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആനുവൽ ടാർഗറ്റ് എന്താണെന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ അത്രയും പ്രൊഡക്ഷൻ ആയിരിക്കും, ഗവൺമെൻറ് ആണ് അത് പ്രീ ഡിറ്റർമൈൻ ചെയ്യുന്നത്. എന്നാൽ സ്റ്റീലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഗവൺമെൻറ് അങ്ങനെ ആനുവൽ ടാർഗറ്റോ അങ്ങനെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡീറെഗുലേറ്റഡ് സെക്ടർ ആണെന്ന് പറയാം. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ കമ്പനീസ് എക്കണോമിക് കൺസിഡറേഷൻ വെച്ചിട്ട് അതിൻ്റെ ബേസിസിലായിരിക്കും പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റീൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള മാർക്കറ്റിംഗ് ആണെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും പ്രൊക്യൂർമെൻ്റ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതത് ഇൻഡിവിജ്വൽ കമ്പനീസാണ്. അവിടെ ഗവൺമെൻറ്റിനൊരു റോളുമില്ല. അതുതന്നെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു സ്റ്റീൽ പ്രൊഡക്ഷനിൽ വേൾഡ് പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ ചൈനയാണ്, ദെൻ ഇന്ത്യ, ജപ്പാൻ, USA, സൗത്ത് കൊറിയ. ഇത് 2018 കണക്കാണ്. 2019 വരുമ്പം ചെറിയൊരു മാറ്റമേ ഉള്ളൂ. സൗത്ത് കൊറിയയുടെ പൊസിഷൻ റീപ്ലേസ് ചെയ്തിട്ട് റഷ്യ വന്നു. സോ സ്റ്റീൽ പ്രൊഡക്ഷനിൽ ഫസ്റ്റ് ടോപ്പ് 3 എന്ന് പറയുന്നത് ചൈന, ഇന്ത്യ, ജപ്പാൻ. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 3 എക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ്. ADB സീസ് ഇന്ത്യ ഗ്രോ ബൈ 11%. സോ കോണ്ടെക്സ്റ്റ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിനെ പറ്റിയാണ്. ഇതെന്ന് പറയുന്ന ഒരു റീജിയണൽ ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. ഏഷ്യൻ കൺട്രീസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മനില, ഫിലിപ്പൈൻസിലാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ മോഡൽ എന്ന് പറയുന്നത് വേൾഡ് ബാങ്കിന് സിമിലർ ആയിട്ട് തന്നെയാണ്. ഇതിലെ വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുന്നത് ഓരോ രാജ്യത്തിൻ്റെയും അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ, ഇതിലെ ഫണ്ടിങ്ങിലെ കോൺട്രിബ്യൂഷൻ എത്രയാണോ അതിൻ്റെ പ്രൊപ്പോർഷൻ വെച്ചിട്ടാണ് അവരുടെ വോട്ടിംഗ് റൈറ്റ്സ് നിശ്ചയിക്കുന്നത്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് റിലീസ് ചെയ്യുന്ന റിപ്പോർട്ടാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റൽ ഔട്ട്ലുക്ക് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസ് ഉണ്ടല്ലോ, ഏഷ്യയിലുള്ള എല്ലാ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഇൻഫ്ലേഷൻ ടാർഗറ്റ്, ഗ്രോത്ത് റേറ്റ് എല്ലാം തന്നെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ റീസെൻറ്റ് റിപ്പോർട്ടിലാണ് പറഞ്ഞേക്കുന്നത് ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് 11% എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒപ്പം തന്നെ വേൾഡ് ബാങ്കിനെ പറ്റി പറഞ്ഞതുകൊണ്ട് പറയാണ്, വേൾഡ് ബാങ്ക് റിലീസ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടുണ്ട്, സൗത്ത് ഏഷ്യ എക്കണോമിക് ഫോക്കസ് റിപ്പോർട്ട്. സൗത്ത് ഏഷ്യ എന്നൊക്കെ കേൾക്കുമ്പോൾ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആണെന്ന് പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആവലും. വേൾഡ് ബാങ്ക് ആണ് സൗത്ത് ഏഷ്യ എക്കണോമിക് ഫോക്കസ് റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത്. ഇതൊരു ബൈ ആനുവൽ എക്കണോമിക് റിപ്പോർട്ടാണ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന സൗത്ത് ഏഷ്യൻ കൺട്രീസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽദീവ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക. നെക്സ്റ്റ് ആർട്ടിക്കിൾ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ പ്രസ് റിലീസാണ്. ഇതിൽ 3 ആപ്ലിക്കേഷനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോന്നും അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കണം. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസം ആപ്പാണ്. മോസം ആപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷനും കാര്യങ്ങളുമൊക്കെ റഡാർ ഇമേജസ് വഴി നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ ഒരു റീജിയനിലുള്ള എല്ലാ ഈവൻസും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വെതർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഈവൻസും മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഈ ഒരു മോസം ആപ്പ് വഴി നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘ്ദൂത് ആപ്പാണ്. ഇത് ജോയിൻ്റ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് 3 പേര് ഒരുമിച്ച് ചേർന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി ഉണ്ട്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഉണ്ട്. അപ്പോൾ ഇവർ 3 പേരും കൂടി ചേർന്നിട്ടാണ് മേഘ്ദൂത് ആപ്പ് ക്രിയേറ്റ് ചെയ്തത്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമേഴ്സിന് ഈ ടെമ്പറേച്ചർ കണ്ടീഷൻ, റെയിൻഫാള്, ഹ്യൂമിഡിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും കൊടുക്കും. ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാമിനി ആപ്പാണ്. ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി ആണ്. അപ്പോൾ ഇതൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇടിമിന്നൽ ഉണ്ടാവുന്നതിന് 30-35 മിനിറ്റുകൾക്ക് മുമ്പ് അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻ ജനങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ദാമിനി ആപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൻ്റെ പ്രസ് റിലീസാണ്. ഇതിൽ ഓർഗാനിക് ഫാമിങ്ങിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഓർഗാനിക് ഫാമിങ്ങിന് വേണ്ടി ഒരു പോർട്ടൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പോർട്ടലിൻ്റെ പേരാണ് ജൈവിക് ഖേത്തി പോർട്ടൽ. ഈ പോർട്ടലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫാമേഴ്സിന് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അവരുടെ കൃഷി സാധനങ്ങൾ ഒക്കെ എന്ത് ചെയ്യാം, ഈ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ
വാങ്ങാൻ ആഗ്രഹിക്കുന്ന കൺസ്യൂമേഴ്സ് ആണെങ്കിലും ഓർഗനൈസേഷൻ ആണെങ്കിലും കമ്പനീസ് ആണെങ്കിലും ഈ പോർട്ടൽ വഴി അവർക്ക് വേണ്ടുന്ന പ്രോഡക്ട്സ് അഗ്രികൾച്ചർ പ്രോഡക്ട്സുകൾ വാങ്ങാൻ പറ്റും. അപ്പോൾ അവർക്ക് ഡയറക്റ്റായിട്ട് ഫാമേഴ്സുമായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പോർട്ടൽ എന്ത് ചെയ്തത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മിഡിൽ മെൻ അല്ലെങ്കിൽ ഈ ഒരു കർഷകനും ഒപ്പം തന്നെ ഈ വാങ്ങുന്ന കൺസ്യൂമേഴ്സിനും ഇടയിലുള്ള മിഡിൽ മെന്നിനെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇത്തരത്തിലൊരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്തത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 3 എക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിളാണ് എ പേറ്റൻ്റ്ലി റോങ് റെജീം. സോ എന്താ ഇതിന് പറയുന്ന കോണ്ടെക്സ്റ്റ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയെ പറ്റിയാണ്. നമുക്കറിയാം വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ഉണ്ട്. വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ആ ഒരു ഡെഫിനിഷൻ പ്രകാരം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ക്രിയേഷൻ ഓഫ് മൈൻഡാണ്. അതായത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഇൻവെൻഷൻസ്, ആർട്ടിസ്റ്റിക് വർക്ക്സ്, ഡിസൈൻസ്, സിമ്പിൾസ് എന്തും ഇതിൽ ഉൾപ്പെടുത്തും. അതൊരു പുതിയ ഇന്നൊവേഷൻ ആയിരിക്കണം. അപ്പോൾ ആ ഇൻഡിവിജ്വലിനും കമ്പനിക്കും എന്ത് ചെയ്യും, ഒരു പുതിയ വസ്തു കണ്ടെത്തുകയാണെങ്കിൽ അപ്പോൾ അതൊരു പുതിയ പ്ലാൻ വെറൈറ്റിയോ അല്ലെങ്കിൽ ഒരു മെഷീൻ ആണെങ്കിൽ എന്താണ് അതിന് IP റൈറ്റ്സ് കൊടുക്കുകയെന്ന് വെച്ചാൽ ആ ഒരു ഇന്നൊവേഷന് ഒരു റെസ്പെക്റ്റ് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു IP റൈറ്റ്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു ഓർഗനൈസേഷനും ഈ ഇന്നൊവേഷൻ ചെയ്ത ആ വ്യക്തി അല്ലെങ്കിൽ കമ്പനിയുടെ കൺസെൻറ്റ് ഇല്ലാതെ ഇത് മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് IP റൈറ്റ്സ് എന്ന് പറയുന്നത്. IP റൈറ്റ്സ് എന്ന് പറയുമ്പം നിയമപ്രകാരമുള്ള പ്രൊട്ടക്ഷനാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ പേറ്റൻറ്റ് കിട്ടും, അല്ലെങ്കിൽ കോപ്പി റൈറ്റ്സ് കിട്ടും, അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഇന്നൊവേറ്ററിന് ഇങ്ങനെയുള്ളൊരു ഇന്നൊവേഷന് വേണ്ടിയുള്ളൊരു റെക്കഗ്നിഷൻ മാത്രമല്ല കിട്ടുന്നത്, ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സും കിട്ടും. സോ ഈ ഒരു ഇന്നൊവേഷൻസ് ബൈ ചെയ്യുന്ന ഏതെങ്കിലും ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ആ കമ്പനിയോ അതിൻ്റെ ഓരോ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓരോ കോപ്പി ഓഫ് പ്രൊഡക്ഷനും എന്ത് ചെയ്യും, ഈ ഇന്നൊവേറ്ററിന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് കൊടുക്കും. സോ ഈ ഇന്നൊവേഷൻ നടത്തിയ വ്യക്തിക്ക് ഈ എമൗണ്ട് ഫർദർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് IP റൈറ്റ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്? നമുക്കറിയാം ഇപ്പോൾ COVID-19 ആണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇൻക്രീസിങ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു COVID-19 കൊറോണ വൈറസ് ഡിസ്കവർ ചെയ്ത ടൈമിൽ എല്ലാ ഗ്ലോബൽ കമ്മ്യൂണിറ്റിയും കൺഫ്യൂസ്ഡ് ആയിരുന്നു. എക്കണോമിക് സ്ലോ ഡൗൺസ് ഉണ്ടായി. അപ്പോൾ എല്ലാ ഗ്ലോബൽ കമ്മ്യൂണിറ്റിയും ഒരേ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് വന്നു. അവർക്ക് എല്ലാവർക്കും കിട്ടിയ ഉത്തരവെന്ന് പറയുന്ന വാക്സിൻ പ്രൊഡക്ഷൻ തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു വാക്സിൻ പ്രൊഡക്ഷനിൽ ഏറ്റവും വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത് IP റൈറ്റ്സ് ആണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പനി വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ എന്താണ് ആ രാജ്യത്തായിരിക്കും ആ വാക്സിൻ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് ആണെങ്കിൽ തന്നെ ഈ കമ്പനിയിൽ നിന്ന് ആ വാക്സിൻ എന്ത് ചെയ്യുകയാണ്, പ്രൊക്യൂർ ചെയ്യുകയാണ്. ഇതുപോലെ മറ്റു രാജ്യങ്ങൾ എന്ത് ചെയ്യണം, ആ രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് ഈ വാക്സിൻ പ്രൊക്യൂർ ചെയ്യണം. പക്ഷേ പുവർ ആയിട്ടുള്ള കൺട്രീസിൻ്റെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് നേഷൻസ് എടുക്കുകയാണെങ്കിൽ ഈ കമ്പനി സെറ്റ് ചെയ്ത ഹൈ പ്രൈസിന് ഇവർക്ക് വാങ്ങാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതാണ് ഇതിലെ IP റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പം എക്സ്പോർട്ടിങ് നടത്തുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ വാക്സിൻ മറ്റൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ റൂൾസ് പ്രകാരം എന്താണ്, അവിടുത്തെ IP റൈറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യണം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ ഒരു കമ്പനി വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയിൽ നിന്നാണ് പ്രൊക്യൂർ ചെയ്യേണ്ടത് അല്ലേ. ഇപ്പോൾ ഹ്യൂമാനിറ്റേറിയൻ ബേസിസിലൊന്നും അവർ ചിന്തിക്കില്ല. അതുകൊണ്ട് തന്നെ ഹൈ പ്രൈസും സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ ചില ഡെവലപ്ഡ് നേഷൻസ് എന്ത് ചെയ്യത്തില്ല, അവരുടെ വാക്സിൻസ് മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ അത്ര താല്പര്യമൊന്നുമില്ല. കാരണം അവർക്ക് ഫ്യൂച്ചറിന് വേണ്ടി അവർ റിസർവ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതിനുള്ള റൈറ്റ്സ് കൊടുക്കുന്നത് ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി തന്നെയാണ്. നമുക്ക് ഇൻ്റർനാഷണലി ഉള്ള നിയമങ്ങൾ നോക്കുകയാണെങ്കിൽ ട്രിപ്സ് ഉണ്ട്. ട്രിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് റിലേറ്റഡ് ആസ്പെക്റ്റ് ഓഫ് IP റൈറ്റ്സ് എഗ്രിമെൻ്റ് ആണ്. ഇത് ക്രിയേറ്റ് ചെയ്തത് 1995 ഇതൊരു മൾട്ടിലാറ്ററൽ എഗ്രിമെൻ്റ് ആണ്. ഈ ഒരു ട്രിപ്സ് എഗ്രിമെൻറ്റിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തിന് IP റൈറ്റ്സ് വേണമെങ്കിൽ അത് ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ളതാണല്ലേ. അത്തരത്തിലുള്ള IP റൈറ്റ്സ് ലഭിക്കണമെങ്കിൽ ഈ ട്രിപ്സ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ള രാജ്യമാണെങ്കിൽ അതിനുവേണ്ടി ആ ഒരു IP റൈറ്റ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു മിനിമം എമൗണ്ട് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് ഈ എഗ്രിമെൻറ്റിലുള്ളത്. അപ്പോൾ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും ബ്രസീലും പോലത്തുള്ള ഡെവലപ്പിംഗ് നേഷൻസ് എല്ലാം തന്നെ ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ COVID-19 കേസുകൾ കൂടി വരികയാണ്. ഇപ്പോഴാണ് ഇന്ത്യക്കും സൗത്ത് ആഫ്രിക്കയ്ക്കൊക്കെ മനസ്സിലായത് ഈ ഒരു ട്രിപ്സ് എന്ന് പറയുന്ന ആ ഒരു എഗ്രിമെൻറ്റ് എത്രത്തോളം വാക്സിൻ പ്രൊഡക്ഷനെ ബാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമുക്ക് വാക്സിൻ പ്രൊഡക്ഷനുള്ള എബിലിറ്റി ഉണ്ട്. പക്ഷേ നമുക്ക് വേണ്ടുന്ന പല എസെൻഷ്യൽ എലമെൻറ്റ്സും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയും ഇമ്പോർട്ട് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എസെൻഷ്യൽ എലമെൻറ്റ്സിൻ്റെ ആവശ്യകതയുണ്ട്.
അപ്പോൾ ഈ ഒരു എസെൻഷ്യൽ എലമെൻറ്റ്സ് ഉള്ള ആ കമ്പനീസ് സെറ്റ് ചെയ്തേക്കുന്ന പ്രൈസിൽ തന്നെ വാങ്ങേണ്ടി വരികയാണ്. അപ്പോൾ അത് IP റൈറ്റ്സ് കൊടുത്തതുകൊണ്ടാണ്. അറ്റ്ലീസ്റ്റ് ഈ ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിലുള്ള സമയത്ത് അല്ലെങ്കിൽ ഇത്രത്തോളം ഡിസാസ്റ്റർ ആയിട്ടുള്ള ഒരു മൊമെൻറ്റിൽ ഇത്തരത്തിലുള്ള എഗ്രിമെൻറ്റിലുള്ള ഇത്തരം പ്രൊവിഷൻസ് എടുത്ത് കളയണമെന്നാണ് സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയും പ്രൊപ്പോസ് ചെയ്തത്. കുറേ രാജ്യങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം US, കാനഡ, UK, കുറച്ച് യൂറോപ്യൻ യൂണിയൻ ആയിട്ടുള്ള രാജ്യങ്ങൾ ഇവരൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള ഇന്ത്യയുടെയും സൗത്ത് ആഫ്രിക്കയുടെയും ഈ പ്രൊപ്പോസലിനെയൊക്കെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. നേരത്തെ പറഞ്ഞ US, കാനഡ, UK അവർക്ക് വേണ്ടുന്ന വാക്സിനുമുണ്ട്, ഫ്യൂച്ചറിന് വേണ്ടി അവർ റിസർവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ പിന്നീട് എന്തിനാണ് ഈ ഒരു എസെൻഷ്യൽ ഐറ്റംസിനും ആണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഹൈ പ്രൈസ് സെറ്റ് ചെയ്തേക്കുന്നത്? അവർക്ക് IP റൈറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ക്രൈസിസും മുമ്പത്തെ ക്രൈസിസും തമ്മിൽ നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഇനി നമുക്ക് IP റൈറ്റ്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പൊസിഷൻ നോക്കുവാണെങ്കിൽ ഇൻ്റർനാഷണൽ വൈസ് അല്ല, വിത്തിൻ ഇന്ത്യ നോക്കുവാണെങ്കിൽ തന്നെ നമുക്കറിയാം IP റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഇന്നോവേഷന് എന്ത് ചെയ്യുകയാണ്, റെസ്പെക്റ്റ് കൊടുക്കുന്നതാണ്. ഒപ്പം തന്നെ സ്റ്റേറ്റിന് കുറേ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു കമ്പനി ഒരു മരുന്നോ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിക്ക് IP റൈറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ കമ്പനിയാണ് അതിൻ്റെ വില നിശ്ചയിക്കുന്നത്. ആ വില ഇപ്പോൾ ഒരു വാക്സിന് 50,000 രൂപയെന്ന് അവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണമുള്ള ആൾക്കാർക്ക് മാത്രമേ ആ വാക്സിൻ അവൈലബിൾ ആവത്തുള്ളൂ. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഗവൺമെൻറ്റിൻ്റെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ രാജ്യത്തെ IP റൈറ്റ്സ് ആ ഒരു രാജ്യത്തിനുള്ളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇറ. ആ ഒരു ടൈമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് എംപയർ ആണുള്ളത്, കൊളോണിയൽ ഇറയായിരുന്നു. ആ ടൈമിൽ ഓരോ ഇൻഡിവിജ്വലിൻ്റെ റൈറ്റ്സിനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതായത് അവർക്ക് പ്രോഫിറ്റ് മതി, അല്ലാതെ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണെങ്കിൽ സ്റ്റേറ്റ് വന്നു. സ്റ്റേറ്റിന് എപ്പോഴും ഇതുപോലുള്ള ഇൻഡിവിജ്വൽ റൈറ്റ്സ് അഥവാ IP റൈറ്റ്സും ഒപ്പം തന്നെ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സും തമ്മിൽ ബാലൻസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റിയും കൺസിഡറേഷൻ വന്നു. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു കമ്മിറ്റി സെറ്റപ്പ് ചെയ്തിരുന്നു, ജസ്റ്റിസ് N. രാജഗോപാൽ അയ്യങ്കാർ. ഈ കമ്മിറ്റിയുടെ സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് IP റൈറ്റ്സ് അഥവാ ഇൻഡിവിജ്വൽ റൈറ്റ്സും ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. അത് സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലെങ്കിൽ ഇക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതാവും. കമ്മിറ്റിയുടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൻ്റെ മോണോപോളി എല്ലാം തന്നെ ഒരുമിച്ച് റിമൂവ് ചെയ്ത് കളയണമെന്നും കൂടി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഈ ഒരു ടൈമിൽ തന്നെയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിൽ ഒരുപാട് നിയമങ്ങളുമായിട്ടാണ് ഈ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്തത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ബിസിനസ്സും എക്കണോമിയും ഒരുമിച്ച് കൊണ്ടുപോകുന്നത്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് ഓരോ രാജ്യങ്ങൾക്ക് കിട്ടണമെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ റൂൾസ് ആ രാജ്യങ്ങൾ പാലിക്കണം. ഒപ്പം തന്നെ ഏത് രാജ്യങ്ങളുമായിട്ടാണോ ട്രേഡ് നടത്തുന്നത് ആ രാജ്യത്തിൻ്റെ IP റൈറ്റ്സും ഫോളോ ചെയ്യണം. ഇതാണ് സ്റ്റേറ്റിന് പലപ്പോഴും പല കാര്യങ്ങളിലും മുന്നോട്ട് പോകാൻ തടസ്സമായി നിൽക്കുന്നത്. സോ ഈ എഡിറ്റോറിയൽ എന്താണ് സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ആണ്. IP റൈറ്റ്സിന് പകരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിപ്പോൾ ഒരു രാജ്യം എടുക്കുകയാണെങ്കിൽ അവിടെ ഗവൺമെൻറ്റും ഉണ്ട്, പ്രൈവറ്റ് പ്ലെയേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ വാക്സിൻ പ്രൊഡക്ഷൻ വരികയാണെങ്കിൽ നമ്മുടെ പബ്ലിക് മണി എടുത്തിട്ടാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്? വാക്സിൻ പ്രൊഡക്ഷന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒപ്പം തന്നെ പ്രൈവറ്റ് പേഴ്സൺ ആണെങ്കിൽ തന്നെ അവർക്കിത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അത് അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്. അവർ ചെയ്യാതിരിക്കുക. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് കൂടുതലും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആ ഒരു ഏരിയയിലേക്ക് വന്ന് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് റോള് വഹിക്കണം. കാരണം ഈ റീജിയനിൽ പ്രൈവറ്റ് പ്ലെയേഴ്സ് കുറച്ച് പേരുള്ളത് കൊണ്ടും അവരുടെ IP റൈറ്റ്സുമാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള മോണോപോളി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ ഇന്നോവേഷൻസ് ആണെങ്കിലും നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം, അല്ലേ? ഒബ്വിയസ്ലി നമ്മളത് ചെയ്യണം. ഇപ്പം നമ്മൾ പേറ്റൻ്റ് ഒക്കെ കൊടുക്കുന്ന 20 വർഷത്തേക്ക് വേണ്ടിയാണല്ലേ? സോ ഈ ഒരു പേറ്റൻറ്റ് റൈറ്റ്സിന് പകരം എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും വിളിച്ച് ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി സെറ്റപ്പ് ചെയ്തിട്ട് ഒരു ഗ്ലോബൽ ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫണ്ട് വിന്നറായിട്ട് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടേണ്ട റെസ്പെക്റ്റും കിട്ടും. ഒപ്പം തന്നെ എല്ലാവരിലേക്കും ഈ ഒരു ഇന്നോവേഷൻസ് എത്തുകയും ചെയ്യും. സോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മാസീവായിട്ടുള്ള ഇമ്മ്യൂണൈസേഷനാണ് വേണ്ടത്. എല്ലാവരിലും ഗ്ലോബൽ ജസ്റ്റിസ് എത്തണം. ഹ്യൂമൻ ഹെൽത്ത് കെയറും പ്രൊവൈഡ് ചെയ്യണം. അതിന് ഇംപെഡിമെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഈ IP റൈറ്റ്സ് ആണെങ്കിൽ അവിടെ റീഫോംസ് ഉണ്ടാവണമെന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ് എ സീസ്ലെസ് ഫ്ലൈറ്റ്. സോ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും മത്സ്യത്തൊഴിലാളികൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ടെറിട്ടോറി കടന്നിട്ട് പോകാറുണ്ട്, അല്ലേ?
അപ്പം ഇന്ത്യയുടെ ടെറിട്ടോറിയൽ വാട്ടറിൻ്റെ അടുത്തും വരാറുണ്ട്, ഒപ്പം തന്നെ തിരിച്ചും ചെയ്യാറുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എന്ത് ചെയ്യുക, മത്സ്യങ്ങളെ പിടിക്കാൻ വേണ്ടിയാണ്. കാരണം അവരുടെ ജീവിത മാർഗം എന്ന് പറയുന്നത് അത് തന്നെയാണ്. എപ്പോഴാണ് ഇവർ ഈ ടെറിട്ടോറിയൽ വാട്ടർ കടന്ന് ചെല്ലുന്നത്, അതായത് മറ്റൊരു രാജ്യത്തിൻ്റെ ടെറിട്ടോറിയൽ വാട്ടർ ഏരിയയിലേക്ക് ചെല്ലുന്നത്, അപ്പം തന്നെ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് അവരെ പിടിക്കുകയും പിന്നീട് എന്ത് ചെയ്യും, ജയിലിലേക്ക് ആക്കുകയും ചെയ്യും. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് സീരീസ് ഓഫ് ഇൻസിഡൻസ് രണ്ട് രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മളൊരു ടേം മനസ്സിലാക്കേണ്ടത്, കൺസുലാർ ആക്സസ്. സോ കൺസുലാർ ആക്സസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു ഫോറിൻ നേഷനിലേക്ക് പോയിരിക്കുവാണ്. അവിടെ ചെന്നപ്പോൾ ഞാൻ അറിയാതെ ട്രാഫിക് റൂൾസ് വയലേറ്റ് ചെയ്തു. അപ്പോൾ എന്നെ പോലീസ് പിടിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ചാർജ് ഷീറ്റ് എഴുതും. അപ്പം ഞാൻ എന്ന് പറയുന്നത് ഇപ്പം ജയിലിലാണ്, ഈ ഒരു ക്രൈം ചെയ്തതിൻ്റെ പേരിൽ ജയിലിലാണ്. അപ്പം എനിക്ക് ഈ ഒരു കൺസുലാർ ആക്സസ് ഉപയോഗിക്കാൻ പറ്റും. അതായത് US-ലുള്ളവരോട് എനിക്കൊരു റിക്വസ്റ്റ് കൊടുക്കാൻ, കാരണം ഇന്ത്യയിലുള്ള ഡിപ്ലോമാറ്റ്സുമായിട്ട് എനിക്ക് സംസാരിക്കണം. അപ്പം എൻ്റെ രാജ്യത്തിലെ ഡിപ്ലോമാറ്റ്സുമായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ അവരെ ആക്സസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊവിഷനാണ് കൺസുലാർ ആക്സസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ രാജ്യത്തുള്ള ഡിപ്ലോമാറ്റ്സ് ആകുമ്പോൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനേ നോക്കും, അപ്പം നമ്മളെ സേവ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. ഇന്ത്യ പാകിസ്ഥാൻ കൺസുലാർ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്, 2008 ഇതിൽ 2 സെക്ഷൻസാണുള്ളത്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 4 ഉണ്ട്. അതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 2 രാജ്യങ്ങളും 3 മാസത്തിനുള്ളിൽ തന്നെ ആരെങ്കിലും ജയിലിൽ പിടികൂടുകയാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ തന്നെ കൺസുലാർ ആക്സസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം എന്നാണ് സെക്ഷൻ 4 പറഞ്ഞിരിക്കുന്നത്. ഇനി സെക്ഷൻ 5 എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോത്ത് ഗവൺമെൻറ് എഗ്രി ടു റിലീസ് ആൻഡ് റീപാട്രിയേറ്റ് പേഴ്സൺ വിത്തിൻ 1 month ഓഫ് കൺഫർമേഷൻ ഓഫ് ദെയർ നാഷണൽ സ്റ്റാറ്റസ് ആൻഡ് കംപ്ലീഷൻ ഓഫ് ദി സെൻറ്റൻസസ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മത്സ്യത്തൊഴിലാളികൾ ജയിലിലുണ്ടല്ലോ, അപ്പോൾ ഇവർക്ക് ചിലപ്പോൾ ഇവർ ക്രൈം ചെയ്തതായിട്ട് തെളിയിക്കപ്പെടും. അങ്ങനെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇത്ര ദിവസത്തേക്ക് അല്ലെങ്കിൽ ഇത്ര വർഷത്തേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, അവർക്ക് ആ ഒരു ശിക്ഷ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ആ വർഷത്തെ ആ ഒരു ശിക്ഷ അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒന്നുകിൽ അവരുടെ ആ ടേം അവർ കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവർ നിരപരാധിയാണെന്ന് തെളിയിച്ചിട്ട് അവരുടെ നാഷണൽ സ്റ്റാറ്റസും തെളിയിക്കുകയാണെങ്കിൽ വിത്തിൻ 1 month അവരെ റിലീസ് ചെയ്യണമെന്നാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൺസേൺസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ സിറ്റുവേഷൻസിൽ കൺസുലാർ ആക്സസ് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒപ്പം തന്നെ ഈ മത്സ്യത്തൊഴിലാളികളെയൊക്കെ പിടികൂടുന്നത് മിക്കപ്പോഴും ഈ ടെറിട്ടോറിയൽ വാട്ടർ റീജിയൻ കടന്നു വരുമ്പോഴാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യണം, നാഷണൽ സ്റ്റാറ്റസ് അത് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇത് പ്രൂവ് ചെയ്യാൻ തന്നെ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 18 മാസമാണ്. ഒപ്പം തന്നെ ജുഡീഷ്യൽ സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ഡിലേയ്ഡ് ആയിട്ടാണ്. ഒപ്പം തന്നെ ലീഗൽ റൈറ്റ് വയലേഷൻസും നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇവരുടെ ഫാമിലീസിന് ഇവരെവിടാന്ന് പോലും അറിയാത്ത അവസ്ഥ. അപ്പോൾ ഇവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ മീൻപിടുത്തമാണ് അല്ലേ. അത് ഇല്ലാതാവുമ്പം എന്താണ്, ആ ഒരു ഫാമിലിയുടെ അവസ്ഥയും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനും കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജോയിൻറ്റ് ജുഡീഷ്യൽ കമ്മിറ്റി സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 4 റിട്ടയർഡ് ജഡ്ജസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. 2 രാജ്യങ്ങളിലെ ജഡ്ജസ് ഉണ്ടായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും എന്ത് ചെയ്യും, ഫ്രീക്വൻ്റ് ആയിട്ട് ഈ ജയിലിലുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അതായത് അവരുടെ ക്രൈം അവർ പ്രൂവ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ടേം കംപ്ലീറ്റ് ആയിട്ടുണ്ടോ, ഇവരുടെ നാഷണൽ സ്റ്റാറ്റസ് എന്താണ്, ഇവർ ഈ ക്രൈം ചെയ്തിട്ടുണ്ടോ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യാനാണ് ഈ ഒരു ജുഡീഷ്യൽ കമ്മിറ്റി സെറ്റപ്പ് ചെയ്തത്. ഇതിൻ്റെ ലാസ്റ്റ് മീറ്റിംഗ് നടന്നത് 2013 കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ 2018 നടന്നിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം ഒരു മീറ്റിംഗ്സും നടന്നിട്ടില്ല. സോ ഈ ഒരു ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജോയിൻറ്റ് ജുഡീഷ്യൽ കമ്മിറ്റി അത് റിവൈവ് ചെയ്യണം, അവിടെ റീഫോംസ് ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ ഇവർക്ക് കിട്ടേണ്ട ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുകയും വേണം. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 3 എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി റിലേറ്റഡ് ആർട്ടിക്കിളാണ്, മാർക്കിംഗ് ദി ബിഗിനിങ് ഓഫ് എ ഗ്രീൻ എറ. ഈ ആർട്ടിക്കിളിൽ സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ടിട്ട് സൗദി അറേബ്യ എങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ചും പാൻഡമിക്കും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്, അതിൻ്റെ പെർസ്പെക്റ്റീവിലാണ് ഈ ആർട്ടിക്കിൾ വന്നത്. നമ്മൾ UPSCയിൽ നമുക്ക് ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പം ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള ആ ഒരു ഡീലിങ്സ്, അല്ലെങ്കിൽ ഗ്ലോബലി എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അല്ലാതെ ഒരു രാജ്യത്തിൻ്റെ, ഇപ്പോൾ സൗദി അറേബ്യയുടെ ഇൻറ്റേർണൽ മാറ്റേഴ്സ് നമുക്ക് ടോപ്പിക്കല്ല. സോ ഇതിൽ നിന്ന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു G20യുടെ ഒരു എഗ്രിമെൻറ്റിനെ പറ്റി ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അത് നമ്മൾ എടുക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്ലോബൽ കോറൽ റീഫ് റീസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്സിലറേറ്റർ പ്ലാറ്റ്ഫോം. കോറൽ റീഫിൻ്റെ പ്രത്യേകത എന്താണ്, സോഷ്യോ എക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒപ്പം തന്നെ മറൈൻ സ്പീഷീസിൻ്റെ ഒരു
ലൈവ്ലിഹുഡ് അല്ലെങ്കിൽ ഒരു ഹാബിറ്റാറ്റ് ആണ്. 25% മറൈൻ സ്പീഷീസിനെ ഉൾക്കൊള്ളുന്ന ഒരു റീജിയനാണ് അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻ്റ് ആണ് അതെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീജിയനിൽ ആസിഡിഫിക്കേഷൻ, ഓഷ്യൻ വാർമിങ്സ്, എക്സസീവ് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെ കാരണം ഈ ഒരു കോറൽ റീഫ് ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ കമ്മ്യൂണിറ്റീസ് എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് ഇതിനെ റിവൈവ് ചെയ്യാനാണ് G20 എഗ്രിമെൻറ്റ്സിലേക്ക് വന്നത്. അതാണ് ഈ ഒരു ഗ്ലോബൽ കോറൽ റീഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്സിലറേറ്റർ പ്ലാറ്റ്ഫോം. സോ ഈ ഒരു പ്ലാറ്റ്ഫോം എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. സോ G20യുടെ ഇനിഷ്യേഷൻ ആണ്. സോ സൗദി അറേബ്യയും ഇതുപോലുള്ള ഇനിഷ്യേറ്റീവ്സ് ചെയ്തിട്ടുണ്ട്. സൗദി ഗ്രീൻ ഇനിഷ്യേറ്റീവ്, ഒപ്പം തന്നെ സൗദി അറേബ്യൻ ഗൾഫ് കോപ്പറേഷൻ കൗൺസിലും കൂടി ചേർന്നിട്ട് വെസ്റ്റ് ഏഷ്യയിൽ മിഡിൽ ഈസ്റ്റ് ഗ്രീൻ ഇനിഷ്യേറ്റീവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത വെജിറ്റേഷൻ കൂട്ടുക, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കുറയ്ക്കുക, അങ്ങനെ എന്ത് ചെയ്യുക, ആ ഒരു വെജിറ്റേഷൻ കവറിലൂടെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ നേരിടാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഹെൽത്ത് റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ്. പ്രാഗ്മാറ്റിക് അപ്രോച്ച് ഫോർ COVID-19. സോ ഇന്നലത്തെ ആർട്ടിക്കിൾസ് ഫുള്ള് COVID-19 റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ്. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. വായിച്ചാൽ തന്നെ മനസ്സിലാവും, ഒന്ന് വായിച്ചു നോക്കുക. ഈ അനാലിസിസിലെ സ്ലൈഡ്സ് എല്ലാം തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. സോ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ഓൾ ദ ബെസ്റ്റ്.